ഹായ് കൂട്ടുകാരെ, ഇന്ന് ഇറച്ചിയും ചക്കക്കുരുവും കൂടി ഉള്ള ഒരു കറിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇറച്ചി ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിരുന്നു. പച്ചമുളകും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെളുത്തുള്ളിയും ഇട്ട് വേവിച്ച് വെച്ചതാണിത്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 6 അടി കുക്കറിലടിച്ചു വേവിച്ചു. അത് ഓരോ ബീഫിൻ്റെയും വേവനുസരിച്ച് നമ്മൾ കൂട്ടി വേവിക്കണം. എൻ്റെതൊരു 5-6 അടി അടിച്ചപ്പോഴത്തേക്കും വെന്തു. അതിനുശേഷം ഞാൻ ചക്കക്കുരു നന്നാക്കിയത് ഇതിലോട്ട് ഈ ഇറച്ചിയിലോട്ട് തന്നെ ഇട്ട് 2 വിസിലടിച്ചു. അപ്പോൾ അത് വെന്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകണമാണ്. അപ്പോൾ ചക്കയൊക്കെ അവൈലബിളായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇറച്ചിയിൽ ചക്കക്കുരു ഇട്ട് വെക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി ഇതിലോട്ട് സവാള, പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഞാൻ പൊടിച്ച ഗരം മസാല. ഇത് ഇറച്ചി മസാല കുറച്ച് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് 2 കുഞ്ഞി തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് മുരിയിക്കാം. അപ്പോൾ ഞാൻ വെന്തപ്പോൾ ഒരു തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പുളിയൊക്കെ ഇറച്ചിയിലൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഇത്രയും മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്തു. ഇനി ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചേക്കുന്ന തക്കാളി, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് സെറ്റാകട്ടെ. അപ്പോൾ അതായത് മസാല മൂക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളപ്പിച്ച വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇത്തിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു. അതുപോലെ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചി ചക്കക്കുരുവും കൂടി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കിടന്ന് ഇനി ഒന്ന് ഈ മസാലയിലൊക്കെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് വെള്ളമൊക്കെ വറ്റി കുറുകണം. അപ്പോഴാണ് അതിൻ്റെ രുചി വരിക. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് സെറ്റാകട്ടെ. അതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും ഇതൊക്കെ കറക്റ്റാണെന്ന്. ഓക്കെ. അപ്പോൾ പോത്തിറച്ചി ഇവിടെ നല്ല ഭംഗിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ല്, ഫ്ലേവറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനെ പകർത്തി വെക്കാം ഡിഷിലോട്ട് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ. അപ്പോൾ പോത്തിറച്ചിയും ചക്കക്കുരുവും വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരു ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് കൂർക്കയും.
ഞങ്ങളുടെ നാട്ടിൽ ചക്കക്കുരുവും കൂർക്കയും ചേനയും പച്ചക്കായയും എല്ലാം ഇറച്ചികളിലിട്ട് കറി വെക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇടുവാന്ന് ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, ചില സ്ഥലങ്ങളിൽ ഇടും. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലൊക്കെ ചേമ്പും ഇടുമെന്നും മമ്മി പറയാറുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ കൂട്ടുകാരെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കേ.